എല്ലാവർക്കും നമസ്കാരം. 3 ദിവസം മുന്നേ വളരെ മുകളിലായി ഉണ്ടായിരുന്ന മാർക്കറ്റ് പെട്ടെന്നാണ് താഴത്തേക്ക് വന്ന് ഈ ട്രെൻഡ് ലൈന് ബ്രേക്കാവുമെന്ന് നമ്മളൊക്കെ കരുതി. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് മേലേക്ക് പോകുമെന്നുള്ളൊരു ധാരണയിലായിരുന്നു. എന്നാൽ ഇലക്ഷൻ്റെ തലേദിവസം നല്ല ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് ഏകദേശം 900 പോയിൻറ്റിൻ്റെ റാലിയാണ് അന്ന് മാർക്കറ്റ് നടത്തിയത്. അതേപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ്റെ ദിവസം എന്താണ് കരുതിയത്, മാർക്കറ്റ് അതായത് വലിയൊരു വാളട്ടൈൽ മാർക്കറ്റായിരിക്കും, ആർക്കും അങ്ങനെ പ്രോഫിറ്റൊന്നും എടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ച്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് മാർക്കറ്റ് ഇന്നലെ ഏകദേശമല്ല 1800 പോയിൻ്റാണല്ലോ താഴത്തേക്ക് വന്നത്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ സംസാരിച്ചാണല്ലോ 1800ഓളം പോയിൻ്റ് താഴത്തേക്ക് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് കരുതി, മാർക്കറ്റ് ഇനി പെട്ടെന്ന് അങ്ങനെ മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഇതിനു മുമ്പൊന്നും ഇങ്ങനെ പെട്ടെന്നൊരു റിക്കവറി ഇത്രത്തോളം ഉണ്ടായിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് മെല്ലെ ഇനി മുകളിലേക്ക് പോകുള്ളൂ, ഏതായാലും താഴത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു എല്ലാവരും. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ, അതാണ് പറഞ്ഞത്, മാർക്കറ്റിനെ നമ്മൾ ഒരിക്കലും യാതൊരു നിലയ്ക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ, ഇവൻറ്റ്സൊക്കെ ഉള്ള സമയത്ത് ന്യൂസിനെ മാത്രം ബേസാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും, അതായത് ഇവൻറ്റ്സുകൾ, ഇപ്പോൾ ഇലക്ഷൻ അതുപോലുള്ള മറ്റുള്ള ഇവൻറ്റ്സുകളൊക്കെ വരുമ്പോൾ ആ സമയങ്ങളിൽ മാത്രം നമ്മൾക്ക് വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ടെക്നിക്കൽ അനാലിസിലൂടെ തന്നെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ന്യൂസ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാൻ കഴിയില്ല. എന്തായാലും ഇന്നലെ തകർന്നതിൻ്റെ ഏകദേശം പകുതിയോളം മാർക്കറ്റ് ഇന്ന് റിക്കവർ ചെയ്തു. 735 പോയിൻറ്റ് റിക്കവർ ചെയ്തിട്ടാണ് നിഫ്റ്റി ഉള്ളത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി 2350ഓളം വന്നു. 2126 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു റിക്കവറിക്ക് എന്താണ് കാരണം? കേന്ദ്രത്തിൽ വീണ്ടും NDA മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള ഒരു വാർത്ത എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഇന്നലെ കുത്തനെ ഇടിഞ്ഞപ്പോൾ ഒരുപാട് സ്റ്റോക്കുകളും, അതായത് നല്ല ലിക്വിഡിറ്റിയുള്ള സ്റ്റോക്കുകളൊക്കെ ഇടിഞ്ഞിരുന്നു. ആ ഇടിഞ്ഞ സ്റ്റോക്കുകൾ നോക്കിക്കൊണ്ട് അതിൽ നല്ലൊരു ബൈയിങ് പ്രഷറാണ്, ഇൻവെസ്റ്റേഴ്സ് നല്ല ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കാരണമായിട്ടാണ് ഇന്ന് മാർക്കറ്റ് പെട്ടെന്നുള്ള ഒരു റാലി, ശരിക്കും നെട്ടിച്ചുകൊണ്ടുള്ള ഒരു റാലി തന്നെയാണ് ഇന്ന് നടന്നത്. ബാങ്ക്, അതേപോലെ ഓട്ടോമൊബൈൽ, FMCG ഷെയറുകൾക്കാണ് ഇന്ന് നല്ല ഒരു ബൈയിങ് പ്രഷർ കണ്ടത്. അവയാണ് ഇന്ന് നല്ല നേട്ടമുണ്ടാക്കിയത്. ഏകദേശം 6% ഇന്ന് ഉയർന്നിട്ടുണ്ട്. 2303 പോയിൻറ്റ് സെൻസെക്സും 735 പോയിൻറ്റ് നിഫ്റ്റിയും 2126 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവിലാണ്. FMCG ഷെയറുകളായ ഡാബർ, അതേപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ 4% ഉയർന്നത്. ഹെറിറ്റേജ് ഫുഡ്സ് 20%, ഇമാമി 11% എന്നിവയൊക്കെ നല്ല പോസിറ്റീവിലാണ്. അതേപോലെ ബാങ്ക് ഷെയറുകളിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയൊക്കെ നല്ല റാലിയാണ് നടത്തിയത്. പ്രതീക്ഷിച്ച വിജയം BJPക്ക് ലഭിക്കാതെ പോയതാണ് ഇന്നലെ ഒരു നഷ്ടത്തിന് കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് മാർക്കറ്റ് തിരിച്ചു കയറി ആത്മവിശ്വാസം ഉയർത്തിയെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ ഒരു വോളറ്റൈലിറ്റിയിലൂടെ പോകാൻ തന്നെയാണ് സാധ്യത. നല്ല ചാഞ്ചാട്ടം ടെക്നിക്കൽ അനലൈസ് എന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. കാര്യങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയം, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസുകളും ബേസ് ചെയ്ത് വേണം. ഇവൻറ്റ്സൊക്കെ നടക്കുമ്പോഴുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിനെ ആശ്രയിക്കും. എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. കമൻറ്റുകൾ കണ്ടു. നാളെ നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും എന്നുള്ള നമുക്ക് ചെറിയൊരു വിശകലനം നടത്താം. ബാങ്ക് നിഫ്റ്റി ഇനി നാളെ ഡൗൺ ആണോ അപ്പാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നോക്കാം. ഡൗൺ ആകണമെങ്കിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി മാർക്കറ്റ് താഴെ മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊക്കെ അറിയാലോ. എന്നാൽ ഇന്നലെ മാർക്കറ്റ് ഈ ഒരു ലൈന്, ഈ ട്രെൻഡ് ലൈനിലൂടെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. പക്ഷേ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടില്ല. ബ്രേക്ക് ഔട്ട് നടത്താതെ തിരിച്ച് കയറുകയാണ് ചെയ്തത്. നോക്കൂ, ബ്രേക്ക് ഔട്ട് നടത്താതെ തിരിച്ച് കയറി ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി പ്രോപ്പറായ ഒരു ഡൗൺ വരണമെങ്കിൽ ഈ ഒരു പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യണം. ഈ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായ ഒരു ഡൗണിന് സാധ്യതയുള്ളൂ. ഒരു പക്ഷേ മാർക്കറ്റ് നാളെ വീണ്ടും താഴേക്ക് വന്ന് ഈ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നൂടാ എന്നില്ല. മാർക്കറ്റല്ലേ, ഒരു ഭാഗത്തേക്ക് തന്നെ പോയിക്കൊള്ളും എന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരാം. നാളെ ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഞാൻ പറയുന്നത്. അതല്ല മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയി ഇവിടെയാണ് 49,135 ആ ലെവലാണുള്ളത്. 49,150 ലെവൽ. ഈ ഒരു
പ്രീവിയസ് ആയി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. താഴത്തേക്ക് വരികയാണെങ്കിൽ പ്രോപ്പറായ ഒരു ഡൗൺ നടക്കണമെങ്കിൽ പ്രീവിയസ് ലോ ആയ 46,654 താഴെ വരണം. എന്നാൽ മാത്രം താഴെ വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ താഴേക്ക് ഒരു ഡൗൺ സൈഡ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അല്ലാത്ത പക്ഷം 49,150 മുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് എടുത്ത് പോകാം. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പറായി നമുക്കൊരു ഡൗൺ സൈഡ് കിട്ടണമെങ്കിൽ 21,720 താഴെ വരണം. 21,720 താഴെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് താഴേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതാണ് പ്രീവിയസ് ആയി ഉള്ളത് 22,775. ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് മുകളിലേക്കും ട്രേഡ് എടുത്തു പോകാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നാളേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ട്രേഡ് സെറ്റപ്പ്. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് നോക്കാം. നിഫ്റ്റി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,415 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,065 ആയിരിക്കും. 22,065. ഓക്കെ. തേർഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും 21,830. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക 22,650 ആയിരിക്കും. 22,665 കേട്ടോ, 250 പറഞ്ഞത്. 22,665 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. സെക്കൻഡ് വന്നിട്ട് നമുക്ക് 22,795 ആയിരിക്കും. തേർഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 23,093. ഇതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 48,595 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആക്ട് ചെയ്യാൻ സാധ്യത നമുക്ക് കാണുന്നത് ഈ ഒരു റേഞ്ചാണ് 48,123. തേർഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക നമുക്ക് ഈ ഒരു റേഞ്ചാണ് 47,574. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുക 49,110 സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചായിരിക്കും 49,326. തേർഡ് റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ വയ്ക്കാം 49,690. ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് നാളേക്കുള്ള രണ്ട് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് VTL ആണ്. VTL നമുക്കൊരു ബൈ എൻട്രി ആണുള്ളത് 475. പ്രീവിയസ് ആയി ക്രോസ് ചെയ്താൽ നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 471 സ്റ്റോപ്പ് ലോസ് വെക്കണം. 479, 481 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് ടൈറ്റാനാണ്. ടൈറ്റാനും നമുക്ക് ബൈ എൻട്രി ആണ്. ഈ ഒരു ലൈനും ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബൈ എൻട്രി പോകാം 3,335. ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് 3,335 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ എൻട്രി പോകാം. 3,315 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 3,355, 3,370 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് നാളെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൂടുതലായും സൈഡ് വേസ് ആയിരിക്കും, അതാണ് പ്രതീക്ഷിക്കുന്നതും. എന്നാലും ഇത് നമുക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല മേലെ പോകാൻ സാധ്യതയുണ്ട്. ടൈറ്റാൻ നല്ല ലിക്വിഡിറ്റിയുള്ള സ്റ്റോക്കാണ്. 3,400 റേഞ്ചിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഏതായിരുന്നാലും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. വേറൊരു കാര്യം, ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. പലരും കമൻറ്റായി പറയുന്നു ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ കൂടുതൽ ആളുകളും ലിങ്കിലൂടെയാണ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കവിടെ 3 ചാനൽ നിങ്ങൾക്ക് കാണാം. അതിൽ ഒരെണ്ണം ജനറലാണ്. ജനറലിൻ്റെ ലിങ്കാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിലേക്ക് വരാം. പ്രീമിയം ഗ്രൂപ്പ് 1ൽ ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻഡെക്സ് ഓപ്ഷൻ മാത്രമേ കൊടുക്കുള്ളൂ. ഓപ്ഷൻ ബൈ, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി തുടങ്ങി ഇൻഡെക്സ് ഓപ്ഷൻ മാത്രം. അടുത്തതൊരു ഗ്രൂപ്പുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രീമിയം ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അടുത്തത് കമ്മോഡിറ്റിയും അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനും മാത്രമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക്
ചെറിയ പ്രീമിയം തുക തന്ന് ജോയിൻ ചെയ്യാം. മിനിമം 5 സക്സസ് സിഗ്നൽ കൊടുക്കാറുണ്ട്. ഒരു 7 സിഗ്നലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏതായിരുന്നാലും 5 6 സക്സസബിളാണ്. മിനിമം 5 സക്സസ്ഫുൾ സിഗ്നൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.